എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായി നിൽക്കുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 18ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് പള്ളിക്കര എന്ന് പറയുന്നത്. അതായത് തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററും വണ്ടർലയിലേക്ക് 2 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. ടാർ ചെയ്ത റോഡുകൾ തന്നെയാണ്. നല്ലൊരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. നേരെ കാണുന്നത് ബസ് റൂട്ടാണ്. മനോഹരമായ ചുറ്റുമതിൽ കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഫ്രണ്ട് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരാം. നേരെ വരുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്. ഇന്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. 2 വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ലഭ്യമാണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി നമുക്ക് വീടിൻ്റെ വർക്ക് ഏരിയ വരാനുള്ള ഒരു സ്പേസ് തന്നെയാണ്. മനോഹരമായ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. കിഴക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന നല്ലൊരു സ്പേസ് ഈ ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റോട് കൂടി നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹാളാണ്. മുകളിലെല്ലാം സീലിംഗ് വർക്കുകളും ഷാൻലിയർ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ വിൻഡോകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായൊരു TV യൂണിറ്റ് തന്നെയാണ്. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അവിടെയെല്ലാം സീലിംഗ് വർക്കുകളും നല്ല പാർട്ടീഷനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നേരെ കടന്നു വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. 8 സീറ്ററോ 10 സീറ്ററോ ടേബിൾ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. മനോഹരമായൊരു കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ഭംഗിയോടുകൂടി തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയയുടെ നിർമ്മാണം. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെ ഇവിടെ കാണാം. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് നേരത്തെ കണ്ടതാണ് വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് വീടിൻ്റെ പുറത്തായി ലഭിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഈ കാണുന്ന ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്കുകളും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിൻഡോ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഏകദേശം ഒരു 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീലിംഗ് വർക്കും കബോർഡ് വർക്കും ഈ ബെഡ്റൂമിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായി വരുന്നുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയറിൻ്റെ താഴെയായി നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറും സ്റ്റെയറിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഹാൻഡിൽ. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. അത്യാവശ്യം വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള സ്പേസ് ഈ കാണുന്ന ഹോളിൽ ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇവിടെയാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റിൻ്റെ ഏരിയ വരുന്നത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണിൽ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് ലഭ്യമാണ്.
ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമുകളുടെ പാറ്റേൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് കണ്ണോടിക്കാം. കാക്കനാട് അടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 93 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.